അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അൽഹംദുലില്ലാഹ് റമളാൻ മാസത്തിലെ രണ്ടാമത്തെ ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ ഈ റമളാനിൽ കടക്കുമ്പോൾ നമ്മളെല്ലാവരോടും സ്നേഹത്തിൽ വേണം പെരുമാറാൻ. നമുക്കാരോടും വെറുപ്പോ ദുഷിപ്പോ വൈരാഗ്യമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ആദരവാകുന്ന പ്രവാചകൻ്റെ പ്രധാനപ്പെട്ടൊരു ചരിത്രമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ മദീനത്തെ പള്ളിയിലിരിക്കുമ്പോൾ എല്ലാവരും വന്നിട്ട് നബിതങ്ങൾക്ക് ഇങ്ങനെ സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നബിതങ്ങൾ ഈ സമ്മാനം വലത്തേ ഭാഗത്തിരിക്കുന്ന സഹാബത്തിന് ഇങ്ങനെ കൈമാറുകയാണ്. ഇത് കണ്ടപ്പോൾ ഒരു സഹാബിക്ക് വലിയൊരു ആഗ്രഹം, നബിതങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദരിദ്രനായ പാവപ്പെട്ടവനായ സമ്പത്തില്ലാത്ത ഈ സഹാബി നേരെ വീട്ടിലേക്ക് കടന്നു ചെന്ന് ഭാര്യയോട് കാര്യം പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, ഇവിടെ ഒന്നും ഇരിപ്പില്ല, എന്നാലും നിങ്ങളുടെ സങ്കടം കണ്ടിട്ട് വീട്ടിൽ നിന്ന് തപ്പിയെടുത്തിട്ട് ഒരു 3 പഴയ നാണയമെടുത്ത് ഈ സഹാബിയുടെ കയ്യിൽ കൊടുത്തിട്ട് എന്തെങ്കിലും നബിതങ്ങൾക്ക് സമ്മാനം കൊടുക്കാൻ പറയുന്നു. ഇദ്ദേഹം നേരെ മദീനത്തെ പള്ളിയിലേക്ക് പോകുന്ന വഴി ഒരു മുന്തിരി കച്ചവടക്കാരനെ കണ്ടപ്പോൾ ഈ നാണയം കൊടുത്തിട്ട് ഇതിന് മുന്തിരി തരണമെന്ന് പറഞ്ഞു. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായിക്കൊണ്ട് അദ്ദേഹം കൊടുത്തത് പഴകിയ മുന്തിരിയായിരുന്നു. ആ മുന്തിരിയുമായി സങ്കടത്തോടു കൂടി നബിതങ്ങളുടെ ഹളറത്തിൽ ചെന്നിട്ട് നബിതങ്ങളുടെ കയ്യിലേക്ക് ഇത് കൊടുത്തു. അപ്പോഴും അദ്ദേഹം ആരും കാണാതെ ദുആ ചെയ്തു, പടച്ചവനെ, അള്ളാഹുവിൻ്റെ റസൂല് ഇതിൽ നിന്ന് ഒരു തരിയെങ്കിലും സന്തോഷത്തോടു കൂടി എടുത്ത് കഴിക്കണമേ എന്ന് ദുആ ചെയ്തിട്ട് ഇതങ്ങ് കൊടുത്തു. അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മിയും ചൊല്ലി ഒരെണ്ണം എടുത്ത് കഴിച്ചു, രണ്ടാമതെടുത്ത് കഴിച്ചു, മൂന്നാമതെടുത്ത് കഴിച്ചു, അങ്ങനെ മുഴുവനും എടുത്ത് കഴിച്ചു. സഹാബി അൽഹംദുലില്ലാഹ് സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ അവിടെ കൂടി നിന്നിരുന്ന സഹാബത്ത് വീണ്ടും ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇവിടെ എല്ലാം കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് തന്നു നബിയെ, പക്ഷേ ഈ മുന്തിരി മാത്രം എന്തേ ഞങ്ങൾക്ക് തരാനത്? ഉടൻ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ആ സഹാബി പാവപ്പെട്ടവനാ, ദരിദ്രനാ, പൈസ ഇല്ലാത്തയാ. പാവപ്പെട്ട ആ സഹാബി എനിക്കൊരു മുന്തിരി കൊണ്ട് തന്നത് പുളിപ്പുള്ള മുന്തിരിയായിരുന്നു, പഴകിയ മുന്തിരിയായിരുന്നു. പക്ഷേ ഞാനതെടുത്തത് കഴിച്ചിട്ട് ഞാൻ എൻ്റെ മുഖമെങ്ങാനം മടക്കിക്കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മുഖമെങ്ങാനം ചുളിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ അനുയായിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാനത് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ആ മുന്തിരി കൊള്ളില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വെക്കുമ്പോൾ അത് ആ സഹാബിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചരിത്രത്തിൽ നിന്ന് വലിയൊരു പാഠം നമുക്ക് പഠിക്കാനുണ്ട്. റമളാൻ കടന്നു വരുമ്പോൾ നമ്മൾ ആരോടും നമ്മൾ സ്നേഹമില്ലാതെ പെരുമാറാൻ പാടില്ല, അല്ലേ? നമ്മുടെ കുടുംബാദികളുമായി പൊരുത്തപ്പെടിയിച്ച്, നമ്മുടെ കൂട്ടുകാരുമായി സന്തോഷത്തോടു കൂടി, നമ്മുടെ മാതാപിതാക്കളുമായി സ്നേഹത്തോടു കൂടി, നമ്മുടെ കുടുംബാദികളുമായി സ്നേഹത്തോടു കൂടി, നമ്മുടെ അയൽവാസികളും മഹല്ല് നിവാസികളുമായി, നമ്മുടെ നാട്ടുകാരുമായി സ്നേഹത്തോടു കൂടി എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രവർത്തിക്കണം. അൽഹംദുലില്ലാഹ് പെരുമാറണം. അൽഹംദുലില്ലാഹ് ദീനിയാകുന്ന സേവനങ്ങൾ സ്നേഹത്തോടു കൂടി ചെയ്തു കൊടുക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ആരോടും വെറുപ്പില്ലാത്ത, ദുഷിപ്പില്ലാത്ത, വൈരാഗ്യമില്ലാത്ത അൽഹംദുലില്ലാഹ് നല്ലൊരു സ്നേഹത്തിൻ്റെ ഉടമയായി നമ്മൾ അൽഹംദുലില്ലാഹ് മുന്നേറണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.